Hi friends, TechCorner Malayalam channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് RS232 RS485 തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് പലരും കേട്ടിട്ടുണ്ടാവും. പണ്ട് കാലത്ത് കമ്പ്യൂട്ടറിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരുന്ന ഒരു കാര്യങ്ങളാണ്. അതിനുശേഷം ഇൻഡസ്ട്രീസിൽ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോകൾ അപ്പം ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ RS232 ആയാലും 485 ആയാലും രണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരാമീറ്ററാണ്. ഇപ്പം RS232 RS485 നമുക്ക് പണ്ട് കാലത്തിലൊക്കെ കമ്പ്യൂട്ടറിൽ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിരുന്ന നമ്മുടെ ഈ DB നെയിം മെയിൽ ഫീമെയിൽ കണക്റ്റേഴ്സൊക്കെ നമുക്ക് കാണാം. അപ്പം ഇപ്പോഴും PLC ഓട്ടോമേഷൻ സെക്ടറിൽ PLC HMI PLC ഇതൊക്കെ നമ്മൾ ഈ RS232 അല്ലെങ്കിൽ RS485 യൂസ് ചെയ്ത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത്. USB-കൾ വന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പോലും പലയിടത്തും നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ RS എന്ന് പറയുന്നത് ഫുൾ ഫോം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് EIA RS232 അല്ലെങ്കിൽ TIA RS232 അല്ലെങ്കിൽ RS485 എന്നായിരുന്നു. അപ്പോൾ പതുക്കെ എല്ലാവരും പറഞ്ഞ് EIA അല്ലെങ്കിൽ TIA അങ്ങ് വെട്ടിച്ചുരുക്കി നേരെ RS232 അല്ലെങ്കിൽ RS485 എന്നാണ്. EIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, അതുപോലെ തന്നെ TIA എന്ന് പറയുന്നത് ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. ഇപ്പോൾ ഇവർ രണ്ട് ഒരു ഏജൻസീസാണ് ഇതിനൊരു സ്റ്റാൻഡേർഡ് എന്ന രീതിയിൽ ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഇത് 1960 കാലഘട്ടത്തിലാണ് ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആയത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റാൻഡേർഡ് വേണം, അത് എല്ലായിടത്തും ഒരേപോലെ ഫോളോ ചെയ്യുന്നൊരു രീതി വേണം എന്നൊക്കെ കരുതിയിട്ടാണ് ഇങ്ങനൊരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തിയത്. ഇനിയും RS232 ആയാലും RS485 ആയാലും രണ്ടും ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ബിറ്റും പുറകെ പോകും. ഒരു ബിറ്റ് ഒരു സമയത്ത് പോവുകയുള്ളൂ, അതിനുശേഷം പുറകിൽ വേറെ ബിറ്റ് പോകും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം പല ബിറ്റുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാം, റിസീവ് ചെയ്യുന്ന സംവിധാനമാണ് പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ RS232 ആയാലും 485 ആയാലും അത് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ്. ഈവൻ നമ്മുടെ ലേറ്റസ്റ്റ് USB പോലും അതൊരു സീരിയൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ RS232 സംബന്ധിച്ച് അതൊരു സീരിയൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം അതിൻ്റെ ആദ്യകാലത്ത് 1962 ഇത് വന്നത്, RS232 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം RS232 ആദ്യത്തെ ഒരു കണ്ടുപിടുത്തം ആയതുകൊണ്ട് തന്നെ അതിനുശേഷം ഒരുപാട് അഡ്വാൻസ്ഡ് വന്നു. അതിലൊന്നാണ് RS485. അപ്പം 230-ൽ ഇപ്പോഴും നമ്മൾ എന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ കാലത്ത് ഇറങ്ങിയതാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ചെറിയ സ്കെയിലുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ RS232 ധാരാളമാണ്. പക്ഷേ അതിന് കുറച്ച് കുറവുകളുണ്ട്, തീർച്ചയായും ഉണ്ടാവും. ആദ്യം തുടങ്ങിയൊരു സാധനമാകുമ്പോൾ എന്തായാലും അതിൽ കുറേ കുറവുകൾ കാണും. അപ്പോൾ അതിൽ ആദ്യത്തെ ഈ പ്രശ്നം എന്ന് പറയുന്നത് നോയ്സ്, അല്ലെങ്കിൽ അതൊക്കെ ഡിസ്റ്റർബൻസ് ഇത്തിരി കൂടുതലാണ്. അതുപോലെ തന്നെ അത് മാക്സിമം 50 അടി ദൂരം വരെയൊക്കെ നമുക്ക് അതിൻ്റെ ലെങ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കേബിൾസിൻ്റെ ലെങ്ത് 50 അടി. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 to 20 kbps ഒക്കെ ഉള്ളൂ. സ്പീഡ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഒരേ ഒരു ട്രാൻസ്മിറ്റർ ഒരു റിസീവർ മാത്രമേ ഒരു സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു രണ്ട് ഡിവൈസ് തമ്മിൽ മാത്രമായിരിക്കും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഇത് നമുക്ക് ബസ്സിൽ കണക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇനി RS485 എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അതും ഇത് തന്നെ റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് 485 എന്ന് പറയുന്നത് അത് ഇത്തിരി അഡ്വാൻസ്ഡ് ആണ് RS232-നേക്കാളും. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 10 Mbps വരെയൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4000 അടി വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഒന്നിൽ കൂടുതൽ ഡിവൈസസ് ഇതിൽ കണക്ട് ചെയ്യാം. അതായത് 32 ട്രാൻസ്മിറ്റേഴ്സും 32 റിസീവേഴ്സും ഒരു ബസ്സിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഇതിൽ. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ PLC HMI ഒരു 5-6 VFDകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എല്ലാം ഒരു ബസ്സിൽ തന്നെ കണക്ട് ചെയ്യാൻ ഇതിന് സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പീഡ്, അത് മറ്റൊരു പ്രത്യേകതയാണ്. നല്ലൊരു സ്പീഡ് ഇതിന് ലഭിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഇത് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ്, പ്രിൻസിപ്പിളൊക്കെ സെയിം ആണ്. പിന്നീട് ഇതിൻ്റെ ഒരു രണ്ടിൻ്റെയും വർക്കിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ലോജിക് വൺസിലാണ് ഇത് പോകുന്നത്. ബൈനറി ഡിജിറ്റൽ സിഗ്നൽസ് ആയതുകൊണ്ട് തന്നെ സീറോസിനെ കറസ്പോണ്ടിങ് ആയിട്ട് -V, ഇപ്പം -3 to -25 വോൾട്ട് ആണെങ്കിൽ
1നെ കറസ്പോണ്ട് ചെയ്യുന്ന നമ്മൾ +3 to +25 വോൾട്ട് അങ്ങനെയൊക്കെ രീതിയിലാണ് ഇതിൻ്റെ ഇത് പോകുന്നത്, ട്രാൻസ്ഫറിൻ്റെ ഇതൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ഡീപ്പിലേക്ക് നമ്മൾ പോകുന്നില്ല, ഒരുപാട് ലെങ്ത് ആവും വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ ബോഡ് റേറ്റ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്, അതായത് ഈ ബിറ്റ് പോകുന്ന സ്പീഡിനെയാണ് നമ്മൾ ബോഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 9600 18,000 ബിറ്റ്സ് പെർ സെക്കൻഡ് അങ്ങനത്തെ രീതിയിലാണ് നമ്മളതിൻ്റെ ബോഡ് റേറ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വയേഴ്സ്, നമ്പർ ഓഫ് വയേഴ്സ് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ RS232 ഒരു നമുക്ക് 5 വയേഴ്സൊക്കെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ്. അതായത് ഒന്ന് ട്രാൻസ്മിറ്റിംഗ് റിസീവും, അതുപോലെ തന്നെ ഒന്ന് അപ്പുറത്ത് റിസീവർ കണക്റ്റഡ് ആണോ എന്നറിയാനുള്ള ഒരു വയർ, അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ട്, അങ്ങനെ 5 വയേഴ്സൊക്കെ ഇതിൽ നിർബന്ധമാണ്. അതേസമയം RS485 ആണെങ്കിൽ 3 വയേഴ്സും ഒരു ട്രാൻസ്മിറ്റിംഗ് റിസീവറും ഒരു ഗ്രൗണ്ട് എന്ന രീതിയിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് രണ്ടും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു മെയിൽ ഫീമെയിൽ DB9 കണക്റ്റേഴ്സിലൊക്കെയാണ് നമ്മൾ കൂടുതലും കാണാറുള്ളത്. അപ്പോൾ ഇത്രയാണ് RS232ഉം RS485ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്